ശബരിമലയിൽ ഡോളി തൊഴിലാളികൾ സമരത്തിൽ പ്രീപെയ്ഡ് ഡോളി സർവീസ് തുടങ്ങാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെയാണ് സമരം. നാളെ മുതൽ പ്രീപെയ്ഡ് ഡോളി സർവീസ് തുടങ്ങാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. അഖിൽ പാലോട്ടുമഠം ചേരുന്ന വിവരങ്ങളുമായി. അഖിൽ, ഈ വർഷങ്ങളായി അവിടെ ഡോളി സർവീസ് നടത്തുന്നവരെ വിശ്വാസത്തിലെടുക്കാതെ അല്ലെങ്കിൽ അവരോട് വിശദീകരിക്കാതെയാണോ ഇങ്ങനെ ദേവസ്വം ബോർഡിന്റെ തീരുമാനം പൊടുന്നനെ ഉണ്ടായത്? ഇത് മുൻകൂട്ടി അറിയിക്കാതെയുമായിരുന്നോ? സംവിധാനം വർഷങ്ങളായിട്ട് തന്നെ ശബരിമല സന്നിധാനത്തുണ്ട്. അതായത് പമ്പയിൽ നിന്നും സുഖമില്ലാതെ എത്തുന്ന അല്ലെങ്കിൽ പ്രായം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ തന്നെ സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം എന്ന നിരക്കായിരുന്നു ഡോളി സർവീസ് ആരംഭിച്ചിരുന്നത്. പക്ഷേ ഒരു ഏകീകൃതമായ ഒരു തുകയായിരുന്നില്ല ഡോളി സർവീസിന് ഉണ്ടായിരുന്നത്. പലരും പല നിരക്കിലായിരുന്നു ഡോളി സർവീസിന്റെ നിരക്ക് വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ ഹൈക്കോടതിക്ക് മുമ്പിൽ എത്തിയ പൊതു താല്പര്യ ഹർജിക്ക് പിന്നാലെയാണ് കോടതി ഒരു പരാമർശം ദേവസ്വം ബോർഡിന് ആരാഞ്ഞിരിക്കുന്നത്. അത് ഡോളി സർവീസ് ദേവസ്വം ബോർഡിനോട് നേരിട്ട് നടത്താൻ കഴിയില്ല എന്ന ചോദ്യത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ ദേവസ്വം ബോർഡ് നിർബന്ധിതമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡോളി സർവീസ് നടത്തുന്നവരുമായൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ചർച്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് മാസ്റ്റർ പ്ലാൻ അടക്കം നടപ്പിലാക്കാൻ പോകുന്നതിന്റെ ഭാഗമായി ഒരു പ്രീപെയ്ഡ് ഡോളി സംവിധാനം ആരംഭിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നത്. നാളെ മുതലാണ് പ്രീപെയ്ഡ് ഡോളി സംവിധാനം ശബരിമല സന്നിധാനത്ത് ഏർപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ വെളുപ്പിന് 12 മണിയോടുകൂടി തന്നെ ഡോളി ജീവനക്കാർ സമരം പ്രഖ്യാപിച്ച് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചപ്പോൾ സമരത്തിലാണ് ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത്. എന്തായാലും സമരം ഇപ്പോൾ സാരമായെങ്കിലും അയ്യപ്പ ഭക്തരെ ബാധിച്ചിട്ടുണ്ട്. കാരണം ചില കാലുസുഖമില്ലാതെയൊക്കെ ആയി എത്തുന്ന രോഗബാധിതരായി ഹൃദയരോഗബാധിതരായി ഒക്കെ തന്നെ എത്തുന്ന അയ്യപ്പ ഭക്തർ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാവിലെ 11 മണിയോടുകൂടി പമ്പയിൽ ഡോളി സർവീസ് നടത്തുന്നവരുമായി ദേവസ്വം ബോർഡ് അധികൃതരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ പ്രത്യേകം ചർച്ച ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ചർച്ചയ്ക്ക് പിന്നാലെയായിരിക്കും ഒരു തീരുമാനമുണ്ടാവുക. അങ്ങനെ ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടായി സമരം പിൻവലിച്ചാൽ ഉടനെ തന്നെ ഡോളി സർവീസ് ആരംഭിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു, അഖിൽ, അതോടൊപ്പം തന്നെ ഈ പ്രീപെയ്ഡ് സംവിധാനം ഒരുക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം അത് വൈകി പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു എന്ന് ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ ഈ എവിടെയൊക്കെയാണ് ഇതിന്റെ സർവീസ് സെന്റർ ഉണ്ടാവുക, അത് എപ്രകാരമായിരിക്കും ഈ സർവീസ് നടത്തുക എന്നതിൽ വ്യക്തതയുണ്ടോ? ഈ സർവീസ് നടത്താൻ വേണ്ടി 3 സ്ഥലങ്ങളാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന് പമ്പ, മറ്റൊന്ന് എരുമേലി, മറ്റൊന്ന് സന്നിധാനം. ഇങ്ങനെ 3 സ്ഥലത്താണ് ഈ ഡോളി സർവീസ് നടത്തുന്നതിലേക്ക് വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ ഒരു നിശ്ചിതമായ തുക ദേവസ്വം ബോർഡ് തന്നെ ക്രമീകരിച്ച് ഏർപ്പെടുത്തും എന്നതാണ് ഇപ്പോൾ പറയുന്നത്. കാരണം അതിലൊരു പ്രത്യേകത അവർ പറയുന്നത് ഇത്ര ഭാരത്തിന് ഇത്ര രൂപ, അതിന് മുകളിലേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാകും. അത് ദേവസ്വം ബോർഡ് പ്രത്യേക കൗണ്ടർ രൂപീകരിക്കും. ആ കൗണ്ടറിലൂടെ തുക അടച്ച് ആ ഡോളി സർവീസിലേക്ക് പോകാൻ സാധിക്കും. ഒരു വശത്തേക്കാണ് സർവീസ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ സർവീസിന്റെ ഒരു വശത്തേക്കുള്ള സർവീസിന്റെ കാശ് മാത്രം കൊടുത്താൽ മതിയാകും. അങ്ങനെ കുറച്ചു കാര്യങ്ങളാണ് ഇതിൽ ഇപ്പോൾ നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. തീരുമാനങ്ങളിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. എന്തായാലും ഡോളി സർവീസ് നാളെ മുതൽ പ്രീപെയ്ഡ് സർവീസ് ആരംഭിക്കുമെന്നതാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡ് അങ്ങനെ തീരുമാനമെടുക്കാനുള്ള മറ്റൊരു കാരണം കൂടി ഉണ്ടനു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി, അതായത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ പ്രത്യേക പരാമർശം വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ആദ്യഘട്ടത്തിലൊന്നും ദേവസ്വം ബോർഡ് അത്തരത്തിലൊരു തീരുമാനം എടുത്തിരുന്നില്ല എന്നതും നമുക്ക് ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശരി, എന്തായാലും ഡോളി ചുമട്ട് തൊഴിലാളികൾ ഇപ്പോൾ സമരത്തിലാണ് എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്ത. കാരണം പ്രീപെയ്ഡ് ഡോളി സർവീസ് തുടങ്ങാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനം, ഇതിനെതിരെയാണ് ഈ ചുമട്ട് തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നത്. നാളെ മുതൽ പ്രീപെയ്ഡ് ഡോളി സർവീസ് തുടങ്ങുമെന്നുള്ള ദേവസ്വം ബോർഡിൻ്റെ പ്രഖ്യാപനം, അതാണ് ഇവരെ ചൊടിപ്പിച്ച്. എന്തായാലും ചർച്ച നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം തന്നെ സമവായ നീക്കങ്ങൾ ആരംഭിക്കും. ദേവസ്വം ബോർഡ് ഭാഗത്തു നിന്നുണ്ടാകും, ചർച്ചയുണ്ടാകും. അതിൽ തീരുമാനം അനുകൂലമാണെങ്കിൽ സമരം പിൻവലിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഡോളി സർവീസുകാർ.